ചരിത്രത്തിലെ ഏറ്റവും വിവാദ നായകനായ ഗവർണർ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന്. മുഖ്യമന്ത്രിമാരുമായി കോർത്ത് ഗവർണർമാർ അനവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയേറെ കാലം തുടർച്ചയായി പോരാടിയ മറ്റൊരാൾ ഉണ്ടാകില്ല. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP-ക്കു ശേഷം ഭരണകൂടത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ ചൊടിപ്പിച്ച വേറൊരാളും ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ ഗവർണറായി 5 വർഷം പൂർത്തിയാക്കുമ്പോൾ 60 വർഷത്തിനിടയിൽ മറ്റു ഗവർണർമാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കാൾ അധികമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സൃഷ്ടിച്ചത്. ഒരു കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും ഒറ്റ ചങ്ങാതിയായിരുന്ന ഗവർണർ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒറ്റുകാരനാണ്. കോൺഗ്രസിന് അദ്ദേഹം ചതിയനാണ്. BJP-ക്ക് അതിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന വിശ്വസ്തനും വിശ്വാസിയുമാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേരളത്തിന് ആരാണ് ഈ ആരിഫ്? P. സദാശിവം എന്ന ഗവർണർ 5 വർഷം പൂർത്തിയാക്കി കേരളത്തിൽ നിന്നും പോയ ആളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നെത്തിയ സദാശിവത്തെക്കാൾ സർക്കാരിന്റെ പോക്കിലെ നിയമപ്രശ്നങ്ങൾ അറിയാവുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. 4 or 5 വട്ടം ചില ക്രമപ്രശ്നങ്ങളും ചട്ടപ്രകാരമുള്ള ചില സംശയങ്ങൾ തീർക്കലും ഉള്ളതൊഴിവാക്കിയാൽ സമാധാനപരമായിരുന്നു സദാശിവത്തിന്റെ ആ 5 ആണ്ട്. 5 വർഷം പൂർത്തിയായാൽ ഒഴിയണമെന്ന് ഒരു നിയമപുസ്തകവും പറയുന്നില്ലെങ്കിലും കീഴ്വഴക്കങ്ങൾ പാലിച്ച് സദാശിവം ഒഴിഞ്ഞു. കടപ്പനല്ലൂരിൽ പോയി ഇപ്പോൾ പശു വളർത്തലും കൃഷിയുമൊക്കെയായി ജീവിക്കുകയാണ് അദ്ദേഹം. P. സദാശിവത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിച്ച ശേഷം ഗവർണർ പദവി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു. സർക്കാരിനു ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ സമ്മാനം എന്ന് അത് ഇനിയുള്ള കാലവും വ്യാഖ്യാനിക്കപ്പെടുക തന്നെ ചെയ്യും. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വകുപ്പിലൊന്നും പെടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിവാദ നായകനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ജെയിൻ ഹവാല ഡയറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക കുംഭകോണ രേഖ. 1988 മുതലുള്ള കാലത്ത് 65 കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് വിതരണം ചെയ്ത രേഖയാണിത്. ഇന്നത്തെ സ്വർണത്തിന്റെ മൂല്യം വെച്ച് നോക്കിയാൽ 3500 കോടി രൂപയ്ക്ക് തുല്യമായ തുകയാണത്. അതിൽ ഏറ്റവും കൂടുതൽ തുക നൽകി എന്നാരോപിക്കപ്പെട്ടത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. 7,63,00,000 രൂപ. 1988 മെയ് മാസത്തിനും 1991 ഏപ്രിൽ മാസത്തിനും ഇടയിലായി 4 തവണയാണ് ഈ തുക നൽകിയതെന്നാണ് സഞ്ജയ് കപൂറിന്റെ ബാഡ് മണി ബാഡ് പൊളിറ്റിക്സ് എന്ന പുസ്തകം പറയുന്നത്. അക്കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ VP സിംഗിന്റെ ജനതാദളിനും ഇടതുപക്ഷത്തിനും BJP-ക്കും ഒപ്പമായിരുന്നു. VP സിംഗിനൊപ്പം ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികളെ ഇളക്കിമറിച്ച നേതാവാണ്. കാണാം ആ ദൃശ്യം. കാലത്തിന് മുൻപായിരുന്നു കേരളത്തിലെ CPIM-ന്റെ സഹയാത്രികനായത്. രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്നും രാജിവെച്ചത് ഷാ ബാനു കേസിലെ നിലപാടിലെ വിയോജിപ്പറിയിച്ചാണ്. അന്ന് EMS തുടക്കമിട്ട ശരിയത്ത് വേദികളിലെ നിത്യ സാന്നിധ്യമായി ആരിഫ് മുഹമ്മദ് ഖാൻ. ജനതാദളിൽ നിന്നും പലകരണം മറിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയിൽ, ഒടുവിൽ 2005 മുതൽ രാഷ്ട്രീയ വനവാസം, പിന്നെ കേരളത്തിന്റെ ഗവർണറായി വീണ്ടും BJP സഹയാത്ര. കേരളത്തിൽ 2 തരത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, BJP-യുടെ ചട്ടുകം എന്ന നിലയിൽ ജനാധിപത്യം അട്ടിമറിക്കുന്നയാൾ. 2, CPM സർക്കാരിലെ കള്ളത്തരങ്ങൾക്ക് വഴങ്ങാത്തയാൾ. ആദ്യത്തേത് LDF-ഉം കുറച്ചൊക്കെ UDF-ഉം പറഞ്ഞിരുന്നതാണ്. രണ്ടാമത്തേത് BJP-യും. ഇതിനൊക്കെ അപ്പുറം എന്താണ് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചുള്ള പൊതുവിലയിരുത്തൽ? നോക്കാം. ജനാധിപത്യത്തിലെ സർക്കാരിന് മുകളിലല്ല ഒരു ഗവർണറും. സർക്കാർ നിർദ്ദേശിക്കുന്ന ബില്ലുകൾ പാസാക്കാം, അതല്ലെങ്കിൽ അവ മടക്കാം. നിയമസഭ വീണ്ടും പാസാക്കിയാൽ അംഗീകരിക്കാം, അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടാം. ഇത്രയുമൊക്കെ ഒരു ഗവർണർക്കുള്ള നടപ്പ് വഴികളാണ്. ഇതിനുമപ്പുറം മാസങ്ങളും വർഷങ്ങളും ബില്ല് പിടിച്ചു വെക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒട്ടും അഭിലഷണീയമല്ല. ഗവർണർ അങ്ങനെ അനിശ്ചിതമായി പിടിച്ചു വച്ചത് 9 ബില്ലുകളാണ്.
സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവ രാഷ്ട്രപതിക്ക് വിട്ടു. രാഷ്ട്രപതി ചിലത് ഒപ്പിട്ടു, ചിലത് തടഞ്ഞുവച്ചു. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ഇറങ്ങി എന്നതാണ് തർക്കവിഷയം. ഗവർണർ ഏകാധിപതിയെ പോലെ തീരുമാനങ്ങൾ എടുത്തപ്പോൾ അങ്ങനെ വേണ്ടി വന്നു എന്ന് സർക്കാരും പറയുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കുന്ന ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു. തമിഴ്നാടിന്റെ ബില്ല് ഒടുവിൽ രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. കണ്ണൂർ വൈസ് ചാൻസലർ നിയമനം പോലുള്ള ചില കേസുകളിൽ ഒഴികെ ഗവർണറുടെ ഭൂരിപക്ഷം തീരുമാനങ്ങളും കോടതികളിൽ തടയപ്പെട്ടു. തൊട്ടടുത്ത കർണാടകത്തിൽ ഗവർണർ ഒരു കോടതി തീരുമാനവുമില്ലാതെ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാൻ അനുമതി നൽകി. ബംഗാളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് തുടരുന്നു. ഹിമാചലിലും ജാർഖണ്ഡിലും പഞ്ചാബിലും ഡൽഹിയിലും ഗവർണർമാരും ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ് മുഖ്യമന്ത്രിയേക്കാൾ വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരണഘടനാ തീരുമാനങ്ങളിലൂടെ മാത്രമല്ല ഗവർണർ വാർത്തയിൽ നിറഞ്ഞത്, തെരുവിലിറങ്ങി കളിച്ചതുകൂടെയാണ്. SFIക്കാരോടൊക്കെ ഏറ്റുമുട്ടുന്നതിനാണോ ഒരു ഗവർണറുടെ ഭരണഘടനാ നിലവാരം എന്ന് തീരുമാനിക്കേണ്ടത്? രാജ്ഭവനാണ് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.